ബിഗ് ബോസ് മലയാളം സീസൺ 3 അതിനി പുനരാരംഭിക്കുമോ അവസാനിച്ചോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകളുണ്ട്. എന്നാൽ ഇതുവരെയുള്ള മത്സരാർത്ഥികളുടെ പ്രകടനത്തെ വിലയിരുത്തി ആരൊക്കെയാണ് നേട്ടമുണ്ടാക്കിയത്, ആർക്കൊക്കെയാണ് നഷ്ടം സംഭവിച്ചത്, ഓരോ മത്സരാർത്ഥികളെ നമുക്ക് വളരെ പെട്ടെന്ന് വിലയിരുത്താം. ഒന്നാമതായിട്ട് ലക്ഷ്മി ജയൻ. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സേഫായിട്ട് ബിഗ് ബോസിൽ നിന്ന് വന്ന് പുറത്തുപോയൊരു മത്സരാർത്ഥിയാണ് ലക്ഷ്മി ജയൻ. ലക്ഷ്മി ജയൻ ബിഗ് ബോസിലേക്ക് വരുമ്പോൾ എല്ലാ പ്രേക്ഷകർക്കും അത്ര സുപരിചിതയായിരുന്നു എന്ന് കരുതുന്നില്ല. കുറേ പേർക്ക് അറിയാമെങ്കിലും കുറേ പേർക്ക് അറിയാത്തൊരു മത്സരാർത്ഥി തന്നെയായിരുന്നു. എന്നാൽ ബിഗ് ബോസിൽ വന്ന ലക്ഷ്മി ജയൻ ആദ്യമായി പുറത്താകുന്ന സമയത്ത് ഒരുപാട് പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നു തിരിച്ചു വന്നിരുന്നെങ്കിലെന്ന്. കാരണം വളരെ കഴിവുണ്ടായിരുന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു ലക്ഷ്മി ജയൻ. അവർക്ക് കുറച്ചുകൂടി സമയം ലഭിച്ചിരുന്നുവെങ്കിൽ കുറെ കൂടി നന്നായി പെർഫോം ചെയ്ത് മുന്നോട്ട് വരുമായിരുന്നു എന്ന് തന്നെയാണ് പ്രേക്ഷകരിൽ വലിയൊരു വിഭാഗം പേരും അഭിപ്രായപ്പെട്ടിരുന്നത്. അപ്പോൾ തീർച്ചയായും ബിഗ് ബോസ് മലയാളം സീസൺ 3 വന്ന് ഒരു ഹേറ്റേഴ്സിനെ പോലും ഉണ്ടാക്കാതെ തിരിച്ചുപോയൊരു മത്സരാർത്ഥിയാണ് ലക്ഷ്മി ജയൻ. എന്നു മാത്രവുമല്ല, ഒരുപാട് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ സ്ഥാനം നേടാൻ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ലക്ഷ്മി ജയന് സാധിച്ചു എന്നതും പ്രത്യേകതയാണ്. രണ്ടാമതായിട്ട് മിഷേൽ. ചില മലയാള സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ബിഗ് ബോസിൽ വന്നതോടുകൂടി പോപ്പുലർ ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് മിഷേൽ. ഒരുപാട് പ്രേക്ഷകർക്ക് മിഷേൽ എന്ന മത്സരാർത്ഥിയെയും ഒരു സിനിമാ താരത്തെയും ഈ ഒരു ഷോയിലൂടെയാണ് തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത്. ആ നിലയ്ക്ക് മിഷേലിന് ഒരിക്കലും ഒരു നഷ്ടക്കച്ചവടമായിരുന്നില്ല ബിഗ് ബോസിലേക്കുള്ള എൻട്രി. തീർച്ചയായിട്ടും ഇതിലേക്ക് വന്നതിന്റെ പേരിൽ കൂടുതൽ സിനിമകളിൽ അവസരം ലഭിച്ചേക്കാം. അതേസമയത്ത് തന്നെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടും അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാതെ പോയി എന്നത് പോരായ്മ തന്നെയാണ്. അതായത് മിഷേലിന് കുറെ കൂടി നന്നായി ഗെയിം കളിച്ചുകൊണ്ട് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടിയെടുക്കാൻ കഴിയാതെ പോയി എന്ന് തന്നെ പറയേണ്ടി വരും. എന്നിരുന്നാലും ബിഗ് ബോസ് വേദി മിഷേൽ എന്ന മത്സരാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടത്തെക്കാളേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ തന്നെയാണ് സാധ്യത. തീർച്ചയായിട്ടും ഇതിന്റെ പേരിൽ വരും നാളുകളിൽ കൂടുതൽ സിനിമകളിൽ അവസരം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ കരുതുന്നു. മൂന്നാമത്തേത് ഏഞ്ചൽ. ബിഗ് ബോസിലേക്ക് വന്നപ്പോൾ ഫസ്റ്റ് ഡേയിലൊക്കെ ഒരുപാട് പ്രതീക്ഷ അല്ലെങ്കിൽ വാനോളം പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന ഒരു മത്സരാർത്ഥിയാണ് ഏഞ്ചൽ. അതുകൊണ്ടാണോ എന്നറിയില്ല, പിന്നീട് വളരെ പെട്ടെന്ന് നെഗറ്റീവായിട്ടാണ് ഏഞ്ചൽ മാറിയത്. വളരെ പെട്ടെന്ന് തന്നെ ഏഞ്ചലിന് ഹേറ്റേഴ്സ് വർദ്ധിക്കുന്നത് നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് അഡോണി ഏഞ്ചൽ കോംബോ വേണ്ടത്ര വർക്കൗട്ട് ആയില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം. എന്നാൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് പോലെ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ വന്നത് ഏഞ്ചലിന് ഒരിക്കലും ഒരു നഷ്ടമാകില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മളൊക്കെ ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നത്. അവരൊരു മോഡലാണ്, ഒരുപാട് മോഡലിംഗ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും പ്രേക്ഷകരിൽ ഒരു മെജോറിറ്റി ആളുകളും ഏഞ്ചലിനെ തീർച്ചയായിട്ടും കാണുകയും കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലൂടെ തന്നെയാണ്. അപ്പോൾ മലയാളികൾക്കിടയിൽ സുപരിചിതയായിട്ട് മാറുന്നതിന് ബിഗ് ബോസ് പ്ലാറ്റ്ഫോം ഏഞ്ചലിനെ സഹായിച്ചിട്ടുണ്ട്. സത്യത്തിൽ മറ്റുള്ളവരെ ദ്രോഹിച്ചതിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് അനാവശ്യമായി വഴക്കിട്ടതിന്റെ പേരിലോ കുറ്റപ്പെടുത്തിയതിന്റെ പേരിലോ ഒന്നുമായിരുന്നില്ല ഏഞ്ചലിന് ഹേറ്റേഴ്സ് ഉണ്ടായത്. അഡോണിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലായിരുന്നു ആ ഹേറ്റേഴ്സ് ഉണ്ടായത്. എന്നാൽ ഏഞ്ചൽ പുറത്തായപ്പോൾ ആ ഒരു പ്രേക്ഷകർക്കുണ്ടായിരുന്ന മടുപ്പും ആ ഒരു എതിർപ്പും ഒക്കെ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ടാകും. കാരണം അതൊരു വലിയ കാരണമൊന്നും ആയിരുന്നില്ല. കഴിഞ്ഞ സീസണിലെ കണ്ടസ്റ്റൻസിന് സംഭവിച്ചതുപോലെ വലിയ മിസ്റ്റേക്സ് ഒന്നും ഈ സീസണിൽ ഏഞ്ചലിന്റെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടായിട്ടില്ല. ആകെ പറയാവുന്നത് പ്രണയം എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് സ്ട്രാറ്റജി വേണ്ടത്ര വർക്കൗട്ട് ആയില്ല. അതിന്റെ പേരിലാണ് ഒരു ഹേറ്റേഴ്സ് എന്ന നിലയിൽ കുറെ ആളുകൾ ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം ഏഞ്ചലിനോട് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്കൊന്നും പ്രത്യേകിച്ച് വെറുപ്പോ വിദ്വേഷമോ ഒന്നും ഉണ്ടാകില്ല. കാരണം ആരെയും വേദനിപ്പിച്ചോ ദ്രോഹിച്ചോ ഒന്നുമല്ല ഏഞ്ചൽ ഗെയിം കളിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 3 വന്നതുകൊണ്ട് ഏഞ്ചലിന് വലിയ നഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല, ഒരുപാട് ആളുകൾ അറിയപ്പെടുന്ന ഒരു താരമായി മാറാൻ സാധിക്കുകയും ചെയ്തു. വരും നാളുകളിൽ മോഡലിംഗ് രംഗത്താണെങ്കിലും അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് രംഗത്താണെങ്കിലും അതല്ലെന്നുണ്ടെങ്കിൽ ഫിലിം ഫീൽഡിലാണെങ്കിലും ഒക്കെ ഏഞ്ചലിന് സാധ്യതകൾ ധാരാളമുണ്ട്. നാലാമത്തേത് മജിസിയ ഭാനുവാണ്. ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് തന്നെ മജിസിയ ഭാനു ഓൺലൈൻ മാധ്യമങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലെയുള്ള ഇടങ്ങളിൽ മജിസിയ ഭാനുവിനെ ഒരുപാട് ആളുകൾക്ക് അറിയാമായിരുന്നു. മാത്രമല്ല ഇൻസ്റ്റഗ്രാമിൽ ധാരാളം ഫോളോവേഴ്സ് മജിസിയയ്ക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് തന്നെ സാമാന്യം പോപ്പുലർ ആയിരുന്ന വ്യക്തി തന്നെയാണ് മജിസിയ. അതേസമയത്ത് ബിഗ് ബോസിനകത്തേക്ക് എത്തിയ മജിസിയ ഭാനു കൂടുതൽ ആളുകളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയിട്ടുണ്ട്. മജിസിയ ഭാനുവിൻ്റെ ആ ഒരു ക്യാരക്ടർ, അവരുടെ ആ ഒരു അച്ചടക്കം, ഇതൊക്കെ ആളുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മജിസിയയുടെ പുറത്താകൽ പോലും ഒരുപാട് പ്രേക്ഷകരിൽ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസിൽ വന്നതിന്റെ പേരിൽ മജിസിയയ്ക്ക് കാര്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള തിരിച്ചടിയും ഉണ്ടായിട്ടില്ല. അതേസമയത്ത് ഒരുപാട് കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം നേടാൻ സാധിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകൾക്കിടയിൽ അറിയപ്പെടുന്ന താരമായിട്ട് മജിസിയ മാറിയിട്ടുമുണ്ട്. എന്നാൽ ബിഗ് ബോസിന് പുറത്ത് നടന്ന ചില വിവാദങ്ങൾ മജിസിയയുടെ ആ ഒരു ഇമേജിനെ ചെറിയ തോതിലെങ്കിലും ബാധിച്ചിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ.
അഞ്ചാമത്തേത് ഭാഗ്യലക്ഷ്മിയാണ്. ഭാഗ്യലക്ഷ്മിയെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് ഈ സീസണിൽ ഭാഗ്യലക്ഷ്മി. തീർച്ചയായിട്ടും ഒരുപാട് സിനിമകളിൽ പ്രധാന നായികമാർക്ക് ശബ്ദം നൽകി നമ്മളൊക്കെ കേട്ട് പരിചയിച്ച ഒരു ശബ്ദത്തിനുടമയാണ് ഭാഗ്യലക്ഷ്മി. അപ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന ഒരു സ്റ്റാർ വാല്യൂ കൂടുതലുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു. അതേസമയത്ത് തന്നെ ഒരുപാട് ഹേറ്റേഴ്സ് ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് തന്നെ ഭാഗ്യലക്ഷ്മിക്ക് ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾക്ക് ഒരുപാട് തവണ അവർ ഇരയായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഷോയിലെ ഭാഗ്യലക്ഷ്മിയുടെ പ്രകടനം ഒരു സമ്മിശ്രമായ പ്രകടനമായിരുന്നു. ആദ്യ നാളുകളിൽ പ്രേക്ഷകർക്കിടയിൽ ഒരു നെഗറ്റീവ് ഇമേജ് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഹേറ്റേഴ്സ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ഭാഗ്യലക്ഷ്മി ഇമോഷണലി വളരെ ഡൗൺ ആവുകയും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വല്ലാതെ വീർപ്പ് മുട്ടുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പ്രേക്ഷകർക്ക് ആ തോന്നിയ വെറുപ്പോ വിദ്വേഷമോ ഒക്കെ ആ ദിവസങ്ങളിൽ വല്ലാതെ കുറയുന്നതും നമ്മൾ കണ്ടു. പോകുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിലെ ഭാഗ്യലക്ഷ്മിയുടെ മാനസികാവസ്ഥ തീർച്ചയായിട്ടും പ്രേക്ഷകർക്കുണ്ടായ ആദ്യ നാളുകളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ദേഷ്യം ഗണ്യമായി കുറയ്ക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ വന്നതിൻ്റെ പേരിൽ കൂടുതലായി കുറേ ഹേറ്റേഴ്സിനെ സമ്പാദിച്ചൊന്നുമല്ല ഭാഗ്യലക്ഷ്മി പുറത്തേക്ക് പോയിരിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് ഭാഗ്യലക്ഷ്മിയെ ഇഷ്ടമാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നു മാത്രവുമല്ല, ഈ സീസണിൻ്റെ ഒരു പ്രത്യേകത, അവരോട് ആരോടും പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു വലിയ വെറുപ്പൊന്നും ഉണ്ടായിട്ടില്ല. ഗെയിമിൽ നിൽക്കുമ്പോൾ അവരുടെ നിലപാടുകളോട് വിയോജിപ്പുണ്ടാകുമെങ്കിലും പുറത്തിറങ്ങുന്നവരെ പ്രേക്ഷകർ ഭയങ്കര സ്നേഹത്തോടെയാണ് സ്വീകരിക്കുന്നത്. അത് ഭാഗ്യലക്ഷ്മി എന്നല്ല, ആര് പുറത്തിറങ്ങിയാലും പ്രേക്ഷകർക്ക് വലിയ സ്നേഹമാണ് അവരോട്. ബിഗ് ബോസിനകത്ത് അവർ കാണിക്കുന്നത് ഗെയിമിൻ്റെ ഭാഗമാണ് എന്ന് പ്രേക്ഷകരെ തിരിച്ചറിയുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ ഒരു സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ സീസണിൽ വലിയ ഹേറ്റേഴ്സ് ഒന്നും ആർക്കുമില്ല. ഷോയ്ക്കകത്ത് അവർ നിൽക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പുറത്തിറങ്ങി കഴിയുമ്പോൾ അതൊക്കെ മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ബിഗ് ബോസിൽ വന്നതിൻ്റെ പേരിൽ അതുകൊണ്ട് തന്നെ പൊതുവേ പോപ്പുലർ ആയിരുന്ന ഭാഗ്യലക്ഷ്മിക്ക് നഷ്ടമോ ലാഭമോ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആറാമത്തേത് സജ്ന ഫിറോസ് ആണ്. ഈ സീസണിൽ വന്നതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ രണ്ട് വ്യക്തികളാണ് സജ്ന ഫിറോസ്. ഒറ്റ മത്സരാർത്ഥികളായിട്ട് ബിഗ് ബോസിൽ എത്തുകയും ഒരേ സമയത്ത് ഹേറ്റേഴ്സിനെയും ആരാധകരെയും സൃഷ്ടിച്ച കണ്ടസ്റ്റൻസ് ആണ് ഇവർ. ആദ്യ നാളുകളിൽ കുറച്ച് ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നുവെങ്കിൽ പെട്ടെന്നാണ് ഇവർക്കൊരു ഫാൻ ബേസ് വർദ്ധിച്ചത്. ഒരുപാട് ആളുകൾക്ക് വെട്ടിത്തുറന്ന് സംസാരിക്കുന്ന സജ്ന ഫിറോസിനെ ഇഷ്ടമായി തുടങ്ങി. എന്നാൽ ഇടയ്ക്ക് എപ്പോഴോ ഒന്ന് അതിര് വിട്ടു എന്ന് തോന്നിയപ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർ അവർക്കെതിരായി, അവർക്ക് പുറത്തു പോകേണ്ടി വന്നു. അത്യാവശ്യം വോട്ട് ബേസ് ഉണ്ടായിരുന്നിട്ടും തീർച്ചയായിട്ടും പുറത്തു പോകേണ്ടി വന്നത് നിയമലംഘനത്തിൻ്റെ പേരിലാണ്. അതായത് ഒരുപാട് ആളുകളുടെ ഹൃദയത്തിൽ അവർ പുറത്താകുമ്പോഴും അവർ സ്ഥാനം നേടിയിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോയതിന് ശേഷമാണ് സജ്ന ഫിറോസിന്റെ ഫാൻ ബേസ് പിന്നെയും വർദ്ധിച്ചത്. അതിന്റെ കാരണം അവർ പറഞ്ഞ കാര്യങ്ങളിൽ ചിലതിലൊക്കെ വാസ്തവമുണ്ട്, കഴമ്പുണ്ട് എന്ന് പിന്നീട് നടന്ന എപ്പിസോഡുകളിൽ പ്രേക്ഷകർ തിരിച്ചറിയുകയായിരുന്നു. അപ്പോൾ അവരോട് തോന്നിയ ദേഷ്യം വളരെ പെട്ടെന്ന് ഇല്ലാതാവുകയും അവരുടെ ഒരു ആരാധക വൃന്ദത്തിന്റെ വർധനവ് ഉണ്ടാവുകയും ചെയ്യുന്നതാണ് പിന്നീട് കണ്ടത്. ബിഗ് ബോസ് മലയാളം സീസൺ 3 വരുമ്പോൾ ഫിറോസിനെ മലയാളി പ്രേക്ഷകർക്ക് കുറച്ചു പേർക്കൊക്കെ അറിയാം. അദ്ദേഹം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രാങ്ക് ഷോകൾ നടത്തുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ കുറേ ആളുകൾക്കൊക്കെ അറിയാം. എന്നാൽ സജ്നയെ ചില സീരിയലുകളിൽ കാണുന്ന ആളുകൾക്ക് മാത്രമാണ് പൊതുവെ അറിയാമായിരുന്നത്. എന്നാൽ സജ്ന ഫിറോസ് ബിഗ് ബോസിൽ വന്നതിന് ശേഷം കേരളമൊട്ടാകെ അറിയപ്പെടുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് വളരെ പെട്ടെന്ന് ഉയർന്ന രണ്ട് വ്യക്തികളായിട്ട് മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ ബിഗ് ബോസിൽ വന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയതായിട്ട് ഞാൻ കരുതുന്ന രണ്ടുപേരാണ് സജ്നയും ഫിറോസും. തീർച്ചയായിട്ടും അവർക്ക് സിനിമകളിലും സീരിയലുകളിലും ഒരുപാട് പ്രോഗ്രാമുകളിലുമൊക്കെ ഈ ഒരു ഷോയുടെ പേരിൽ അവസരം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടാണ് ഇരുവരും ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോയത് എന്നതുകൂടി നമ്മളിവിടെ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. സോ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയവരുടെ കൂട്ടത്തിലാണ് സജ്ന ഫിറോസിനെ സമ്മർ മീഡിയ ഉൾപ്പെടുത്തുന്നത്. ഏഴാമത്തേതെന്ന് പറയുന്നത് സന്ധ്യ മനോജാണ്. സന്ധ്യ മനോജ് ബിഗ് ബോസിലേക്ക് വരുമ്പോൾ പലർക്കും അങ്ങനെ ഒരു വ്യക്തിയെ അറിയില്ലായിരുന്നു. കാരണം അവർ ഇന്ത്യക്ക് പുറത്താണ് താമസിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഒരു നൃത്തവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഫിലിം ഫീൽഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ ആളുകൾക്കുമൊക്കെ അറിയാമെങ്കിലും സാധാരണക്കാർക്ക് അത്ര സുപരിചിതയായിട്ടുള്ള വ്യക്തിയല്ല സന്ധ്യ മനോജ്. എന്നാൽ ആദ്യ നാളുകളിൽ വളരെ സൈലന്റ് ആയിട്ട് തുടരുകയും പിന്നീട് വളരെ പതിയെ ആ ഒരു ഗെയിമിലേക്ക് വരികയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആണ് എന്ന് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് സന്ധ്യ ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകുന്നത്. ഇടയ്ക്ക് കുറച്ച് ഹേറ്റേഴ്സിനെ ഉണ്ടാക്കിയത് ഒന്നും ചെയ്യാതെ ബിഗ് ബോസിനകത്ത് സേഫായി നിൽക്കുന്നു എന്നതിൻ്റെ പേരിലാണ്. അല്ലായിരുന്നുവെങ്കിൽ തുടക്കം മുതലേ തന്നെ നന്നായിട്ട് പുറത്തേക്ക് ഇറങ്ങി കളിച്ചുകൊണ്ട് പെർഫോം ചെയ്തിരുന്നുവെങ്കിൽ സന്ധ്യ മനോജ് ഒരുപക്ഷെ ടോപ്പ് 5 പോലും വരാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. വളരെ ബോൾഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിട്ടാണ് സന്ധ്യയെ തോന്നിയിട്ടുള്ളത്. പക്ഷേ ആദ്യമേ തന്നെ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കാൻ കഴിയാതെ പോയതാണ് സന്ധ്യയ്ക്കുണ്ടായ തിരിച്ചടി. അതേസമയത്ത് ബിഗ് ബോസിൽ വന്നതിൻ്റെ പേരിൽ ഒരിക്കലും സന്ധ്യയ്ക്ക്
നഷ്ടങ്ങളല്ല, മറിച്ച് നേട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കേരളം ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. തീർച്ചയായിട്ടും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് വർദ്ധിക്കുകയും ചെയ്തു അവർക്ക്. ഇന്ന് നമുക്ക് എല്ലാവർക്കും സന്ധ്യ മനോജിനെ അറിയാം. എവിടെ പോയാലും ആളുകൾ തിരിച്ചറിയും. മലയാളികൾക്ക് സുപരിചിതയായിട്ട് മാറിക്കഴിഞ്ഞു സന്ധ്യ. വളരെ വീക്കായിട്ട് തുടങ്ങുകയും ഏറ്റവും സ്ട്രോങ് ആയിട്ട് പുറത്താവുകയും ചെയ്ത ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് സന്ധ്യ. അവരൊരു ഫൈനൽ 5 ഡിസർവ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. കാരണം അത്രമാത്രം നിലപാടുകൾ എടുക്കാൻ കഴിയുന്ന, സ്ട്രോങ് ആയിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു. പക്ഷേ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ പലപ്പോഴും ഇൻഫ്ലുവൻസ്ഡ് ആയി പോയതോ ആണ് സന്ധ്യയ്ക്ക് ഒരു പരാജയമായിട്ട് ഷോയ്ക്കകത്ത് സംഭവിച്ചത്. എന്നാൽ ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ സീസൺ 3-ൽ തീർച്ചയായിട്ടും നേട്ടങ്ങൾ ഉണ്ടാക്കിയ മത്സരാർത്ഥികളുടെ പട്ടികയിൽ തന്നെയാണ് സന്ധ്യ മനോജും. എട്ടാമത്തേത് രമ്യ പണിക്കരാണ്. രമ്യ പണിക്കറിന് തീർച്ചയായിട്ടും ബിഗ് ബോസിൽ വന്നതുകൊണ്ട് ഒരുപാട് ആരാധകരെ ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ ഹേറ്റേഴ്സിനെ ഉണ്ടാക്കുവാനും സാധിച്ചു. കാരണം ഫാൻ ഫൈറ്റിന്റെ ഭാഗമായിട്ട് മാത്രമാണ്. എന്നാൽ സാധാരണ പ്രേക്ഷകർക്കിടയിൽ അല്ലെങ്കിൽ ഫാൻ ഫൈറ്റിലൊന്നും ഉൾപ്പെടാത്ത, ആർമികളിൽ പെടാത്ത പ്രേക്ഷകർക്കിടയിൽ തീർച്ചയായിട്ടും പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് രമ്യയ്ക്ക് മാറാൻ ഈ ഷോയിലൂടെ സാധിച്ചിട്ടുണ്ട്. ചില മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള രമ്യ ഇപ്പോഴും കൂടുതൽ സിനിമകളിലേക്ക് അഭിനയിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്. കൂടുതൽ അവസരങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. അങ്ങനെ ഒരു വ്യക്തി എന്ന നിലയിൽ ബിഗ് ബോസിലേക്കുള്ള വരവ് രമ്യയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ടെന്നൊരു വിലയിരുത്തലാണ് സമ്മർ മീഡിയയ്ക്കുള്ളത്. കാരണം വളരെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീയാണ് അവർ. പലപ്പോഴും കൃത്യമായിട്ടുള്ള നിലപാട് പല വിഷയങ്ങളിലും സ്വീകരിച്ച് കണ്ടിട്ടുണ്ട്. നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ രമ്യയുടെ പെർഫോമൻസ് പരിശോധിക്കുമ്പോൾ ഒട്ടും മോശമല്ലാത്തൊരു പെർഫോമൻസ് തന്നെയാണ് രമ്യ ബിഗ് ബോസ് മലയാളം സീസൺ 3-ൽ കാഴ്ചവെച്ചിട്ടുള്ളത്. എന്നാൽ സജന ഫിറോസ് പുറത്താവുന്നതിൻ്റെ കാരണക്കാരി എന്ന പേരിൽ സൈബർ അറ്റാക്ക് പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുണ്ട് രമ്യ. എങ്കിൽ പോലും അതെല്ലാം താൽക്കാലികം മാത്രമാണ്. ഇപ്പോൾ സജനയും ഫിറോസിനെയും ഇഷ്ടപ്പെടുന്ന ആളുകൾക്കിടയിലാണ് രമ്യ കുറച്ചെങ്കിലും നെഗറ്റീവായിട്ടുള്ളത്. അതേസമയത്ത് പൊതുവായ ബിഗ് ബോസ് ആരാധകർക്കിടയിൽ രമ്യയെ വെറുക്കാൻ മാത്രമുള്ള കാര്യമായിട്ടുള്ള ഒരു കാരണവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രമ്യയുടെ പെർഫോമൻസും ഈ സീസണിൽ ഒരുപാട് ദിവസം തുടരാൻ കഴിഞ്ഞു എന്നതും രമ്യയുടെ സെലിബ്രിറ്റി വാല്യൂ വർദ്ധിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഫിലിം ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ബിഗ് ബോസിലേക്കുള്ള വരവ് രമ്യയ്ക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്ന ഒരു ഘടകം തന്നെയാണ്. ഒരുപാട് അവസരങ്ങൾ ലഭിക്കാൻ കാരണമാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ വന്നതിൻ്റെ പേരിൽ നേട്ടങ്ങൾ മാത്രമാണ് രമ്യയ്ക്കും അവകാശപ്പെടാനുള്ളത്. മിക്ക സീസണുകളിലും വരുന്ന മത്സരാർത്ഥികൾക്ക് കുറച്ച് ഹേറ്റേഴ്സ് ഉണ്ടാവും. അതിനിപ്പോൾ ബിഗ് ബോസിലേക്ക് മഹാന്മാരായിട്ടുള്ള വ്യക്തികൾ വന്നാൽ പോലും, ഇപ്പോൾ യേശുദാസോ അല്ലെങ്കിൽ സാക്ഷാൽ മോഹൻലാൽ വന്നാൽ പോലും അദ്ദേഹത്തിന് ഹേറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് ഈ ഷോയുടെ പ്രത്യേകതയാണ്. അതിനപ്പുറം ഒരു വലിയ ഹേറ്റേഴ്സോ ഒരു വലിയ ക്യാമ്പയിനോ ഒന്നും ഈ പറയുന്ന രമ്യക്കെതിരെ ഉണ്ടായിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ സജന ഫിറോസ് പുറത്താവുന്നതിന് ഒരു കാരണക്കാരി എന്ന നിലയിലുള്ള ഒരു സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ താൽക്കാലികം മാത്രമാണ്. അപ്പോൾ ആ നിലയ്ക്ക് പരിശോധിക്കുമ്പോൾ രമ്യയും തീർച്ചയായിട്ടും നേട്ടമുണ്ടാക്കിയ ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. 9ാമത്തെ മത്സരാർത്ഥി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഡോണിയാണ്. ഈ സീസണിൽ വളരെ കുശാഗ്ര ബുദ്ധിയോടുകൂടി ഗെയിം കളിച്ച ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു അഡോണി. ഇടയ്ക്കൊക്കെ അദ്ദേഹത്തിന്റെ ചില നിലപാടുകളിൽ ഉണ്ടായ വൈരുദ്ധ്യമാണ് പ്രേക്ഷകർക്കിടയിൽ ഒരു നെഗറ്റീവ് ഇമേജ് അഡോണിക്ക് നേടിക്കൊടുത്തത്. പക്ഷേ അഡോണി നന്നായിട്ട് ഗെയിം കളിച്ചു എന്ന വിലയിരുത്തലാണ് സമ്മർ മീഡിയയ്ക്കുള്ളത്. പ്രേക്ഷകർക്കിടയിൽ അഡോണിയുടെ വിഷയത്തിൽ സമ്മിശ്രമായ പ്രതികരണമായിരുന്നു. അഡോണിയെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഒരുപോലെയുണ്ട്. എന്നാൽ അഡോണിയെ പോലൊരു കണ്ടസ്റ്റന്റിനെ നമ്മൾ പലരും തിരിച്ചറിയുന്നത് ബിഗ് ബോസിലൂടെ തന്നെയാണ്. മറ്റു ചില ഷോകളിലൊക്കെ അഡോണി വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ കൂടുതലായിട്ട് അഡോണിയെ തിരിച്ചറിയുന്നത് ബിഗ് ബോസിലൂടെ തന്നെയാണ്. ആ നിലയ്ക്ക് പരിശോധിക്കുമ്പോൾ അഡോണി എന്ന വ്യക്തിയുടെ ഒരു സെലിബ്രിറ്റി വാല്യൂ വർദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ വല്ലാതെ വെറുത്തു പോകുന്ന തരത്തിലുള്ള പ്രവർത്തികളൊന്നും അഡോണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുമില്ല. ആ നിലയ്ക്ക് പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും അഡോണിക്ക് വലിയ നഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. മാത്രവുമല്ല നേട്ടം തന്നെയാണ് ബിഗ് ബോസിലേക്ക് വന്നത്. പ്രേക്ഷകർക്കിടയിൽ ഒരുപാട് വ്യക്തികൾക്കിടയിൽ അറിയപ്പെടുന്ന ആളായി മാറാൻ സാധിച്ചു. സിനിമകളിൽ ഉൾപ്പെടെ അവസരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നന്നായിട്ട് പെർഫോം ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ, അത് അഭിനയിക്കുന്ന ടാസ്കുകളിൽ ഉൾപ്പെടെ നല്ല അവസരങ്ങൾ അഡോണിക്ക് ലഭിച്ചിട്ടുണ്ട്. കുറച്ച് ഹേറ്റേഴ്സിനെയൊക്കെ ഉണ്ടാക്കിയെങ്കിലും മൊത്തത്തിലുള്ള അഡോണിയുടെ ഒരു ഗെയിം വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും അഡോണിക്ക് നേട്ടം മാത്രമാണ് ബിഗ് ബോസിൽ വന്നതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് സമ്മർ മീഡിയ കരുതുന്നത്. 10ാമത്തേതെന്ന് പറയുന്നത് സൂര്യയാണ്. ഏറ്റവും അവസാനമായിട്ട് പുറത്തായ വ്യക്തികളിൽ ഒരാളാണല്ലോ സൂര്യ. സൂര്യ ബിഗ് ബോസിൽ വന്നതുകൊണ്ട് നേട്ടമാണോ നഷ്ടമാണോ ഉണ്ടായത്? സത്യത്തിൽ സൂര്യയ്ക്ക് ഒരുപോലെ തന്നെ ഫാൻസും ഹേറ്റേഴ്സും ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത. സൂര്യയുടെ ഫാൻസ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുണ്ട്. അതേസമയത്ത് സൂര്യയുടെ ഹേറ്റേഴ്സ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഫാൻസിൽ പെടുന്ന ഒരു മെജോറിറ്റിയുമുണ്ട്. ഇനി സൂര്യയ്ക്ക് ഇതിൽ വന്നതുകൊണ്ട് നേട്ടമാണോ നഷ്ടമാണോ എന്ന വിലയിരുത്തലിലേക്ക് പോയാൽ സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൽ വന്നതോടെയാണ് നമ്മളിൽ പലരും സൂര്യയെ യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ തുടങ്ങിയത്. സൂര്യ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ട് നമ്മൾ സൂര്യ മനസ്സിലാക്കുന്നത് ഈ ഒരു ഷോയിലൂടെയാണ്. ആ നിലയ്ക്ക് പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും സൂര്യയ്ക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 3 നേട്ടങ്ങൾ മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പലരും ചിന്തിക്കുന്നുണ്ടാവും ഇത്രയും ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ പിന്നെ അതെങ്ങനെ സാധിക്കുമെന്ന്. സൂര്യയുടെ ഹേറ്റേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ഇപ്പം മണിക്കുട്ടൻ്റെയോ ഡിംപലിൻ്റെയോ അല്ലെങ്കിൽ
സായിയുടെയോ ഒക്കെ ആരാധകരിൽ പെടുന്ന കുറച്ച് പേര് മാത്രമാണ്. ആ ഒരു ഹേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടുണ്ടായെന്ന് ചോദിച്ചാൽ അവരുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയെ ഡൗൺ ആക്കുന്നതിൽ, അല്ലെങ്കിൽ അവരോട് വഴക്കിടുന്നു, അല്ലെങ്കിൽ അവരുമായിട്ട് പ്രശ്നമുണ്ട് എന്നതിന്റെ പേരിൽ മാത്രമാണ്. സൂര്യ ആരെങ്കിലും വേണമെന്ന് വെച്ച് മനഃപൂർവ്വം വേദനിപ്പിക്കുകയോ മോശം വാക്ക് ഉപയോഗിക്കുകയോ അകാരണമായി ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് പരസ്പരം തമ്മിൽ തല്ലിക്കുകയോ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ബിഗ് ബോസിനകത്ത് ഉണ്ടായിട്ടില്ല. വളരെ സൈലന്റ് ആയിട്ട് നിന്ന് പോകുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. മണിക്കുട്ടനോടുള്ള പ്രണയമാണ് സൂര്യയ്ക്ക് കുറച്ച് തിരിച്ചടിയായത്. അത് മാറ്റി നിർത്തിയാൽ സൂര്യയ്ക്ക് കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും ബിഗ് ബോസിലൂടെ സംഭവിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല, ബിഗ് ബോസ് മലയാളം സീസൺ 3-ൽ പ്രേക്ഷകർ ഒരിക്കലും മറക്കാനിടയില്ലാത്ത മുഖങ്ങളിൽ ഒന്നാണ് സൂര്യയുടേത്. അതിപ്പോൾ ഹേറ്റേഴ്സ് ആണെങ്കിൽ പോലും അവർ പോലും മറക്കില്ല എന്നതാണ് വാസ്തവം. അത് മാത്രവുമല്ല, ബിഗ് ബോസിൽ നിന്ന് പുറത്താവുന്ന ദിവസം എല്ലാവരോടും വളരെ സ്നേഹത്തോടെ സംസാരിച്ച് നല്ല രീതിയിൽ പെരുമാറി പുറത്തേക്ക് പോയ സൂര്യ ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തന്റെ ഹേറ്റേഴ്സിന്റെ പോലും ഹൃദയത്തിൽ സ്ഥാനം നേടിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഇനി അടുത്ത് നമ്മൾ ബിഗ് ബോസിനകത്ത് നിലവിലുള്ള 8 പേര്, ഇവരിൽ ആർക്കൊക്കെ നേട്ടമുണ്ടായി, ആർക്കൊക്കെ കോട്ടമുണ്ടായി എന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് നോബിയുടെ കാര്യം പരിശോധിക്കാം. നോബിയുടെ കാര്യം എന്ന് പറയുമ്പോൾ ബിഗ് ബോസിലേക്ക് വരുമ്പോൾ വലിയൊരു ഫാൻ ബേസുമായിട്ടാണ് നോബി എത്തിയത്. എന്നാൽ ബിഗ് ബോസിനകത്തെ നോബിയുടെ പ്രകടനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്നതുകൊണ്ട് തന്നെ ബിഗ് ബോസ് പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ നോബിക്ക് പ്രേക്ഷക പിന്തുണയിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ നോബി മാർക്കോസ് എന്ന വ്യക്തിക്ക് കാര്യമായ കോട്ടങ്ങൾ സംഭവിച്ചിട്ടില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഒരു ചെറിയ വിഭാഗം ആളുകളുടെ പിന്തുണ നഷ്ടമായിരിക്കാം എന്നത് മാത്രമേ ഉള്ളൂ. കാരണം അനാവശ്യമായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആരുമായിട്ടും ആവശ്യമില്ലാതെ വഴക്കിടാതെയൊക്കെ ഇരിക്കുന്ന നോബിയെ പൊതുവെ ആൾക്കാർക്ക് അത്ര വലിയ ഇഷ്ടവുമല്ല, ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു സ്ഥിതിയുമല്ല. ബിഗ് ബോസിൽ അദ്ദേഹത്തിന്റെ പ്രകടനത്തെ പൊതുവെ ആ രീതിയിലാണ് പ്രേക്ഷകർ കാണുന്നത്. അതേസമയത്ത് നോബി മാർക്കോസ് എന്ന കൊമേഡിയനെ, നടനെ അപ്പോഴും ആളുകൾ സ്നേഹിക്കുന്നുണ്ട് എന്നത് നോബിയുടെ ഒരു നേട്ടമായിട്ട് നമുക്ക് കരുതാം. ബിഗ് ബോസിലെ നോബിയുടെ പ്രകടനം നിരാശപ്പെടുത്തിയത് തന്നെയാണ്. അവസാന ദിവസങ്ങളിലാണ് അദ്ദേഹം നന്നായിട്ട് കളിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം പരിശോധിക്കുമ്പോൾ ബിഗ് ബോസിൽ വന്നതുകൊണ്ട് നോബിക്ക് കുറച്ച് ആരാധകരെങ്കിലും നഷ്ടപ്പെട്ടിരിക്കാം. പക്ഷെ കാര്യമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു തിരിച്ചടി നോബിക്ക് ഉണ്ടാവില്ല. കാരണം അദ്ദേഹം ആരെയും വെറുപ്പിച്ചില്ല എന്നത് തന്നെയാണ്. ആരെയും ആവശ്യമില്ലാതെ പോയി വഴക്കിട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഓവർ ആക്കിക്കൊണ്ടോ വെറുപ്പിച്ചില്ല. കാര്യമായിട്ടൊന്നും പെർഫോം ചെയ്തില്ല എന്നതാണ് നോബി നേരിട്ട ഏറ്റവും വലിയൊരു ആക്ഷേപം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നോബിക്ക് ചെറിയ പരിക്കുകൾ ഉണ്ടാകുമെങ്കിലും വലിയ നഷ്ടങ്ങളൊന്നും ഇല്ലാതെ തന്നെ പുറത്തേക്ക് പോകാം. കിടിലൻ ഫിറോസ് ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് പ്രേക്ഷകരിൽ കുറേ പേർക്കൊക്കെ ഫിറോസിനെ അറിയാം. ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയൊക്കെ നമ്മൾ അദ്ദേഹത്തെ സ്ഥിരം കാണുന്നതാണ്. പക്ഷേ ഒരുപാട് ആളുകൾക്ക് ഫിറോസിനെ അറിയാത്തവരുണ്ട്, അദ്ദേഹത്തിന്റെ ശബ്ദം മാത്രം കേട്ടിട്ടുള്ളവരുമുണ്ട്. അപ്പോൾ എന്തായാലും ഫിറോസ് ബിഗ് ബോസിൽ വന്നതോടുകൂടി ഒരുപാട് ആളുകൾക്കിടയിൽ വളരെ പെട്ടെന്ന് പോപ്പുലറായ, സെലിബ്രിറ്റി സ്റ്റാറ്റസ് വർദ്ധിപ്പിച്ച ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ഫിറോസ്. ഈ സീസണിൽ ഏറ്റവും നന്നായിട്ട് ഗെയിം കളിച്ചവരിൽ ഒരാളാണ്. ഗംഭീരമായിട്ടൊരു സ്ട്രാറ്റജിയൊക്കെ ഉണ്ടാക്കി ഗെയിം കളിച്ച ആളാണ് അദ്ദേഹം. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിന്റെ നേതാവുകയും ചെയ്തുവെങ്കിൽ അത് ഫിറോസിന്റെ കഴിവ് തന്നെയാണ്. നന്നായി സംസാരിക്കാൻ അറിയാമെങ്കിൽ, മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അതും ഫിറോസിന്റെ കഴിവാണ്. അപ്പോൾ ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ, ഒരു ഗെയിമർ എന്ന നിലയിൽ ഫിറോസ് അടിപൊളി തന്നെയായിരുന്നു ഈ സീസണിൽ, ഒരു സംശയവുമില്ല. അതേസമയത്ത് തന്നെ പ്രേക്ഷക പ്രീതി നേടിയെടുക്കുന്നതിൽ ഫിറോസിന് കുറച്ചൊന്ന് പിന്നിലേക്ക് പോകേണ്ടി വന്നു. കാരണം ഒരേ സമയത്ത് തന്നെ ഗെയിം കളിക്കുകയും പുറത്തെ പ്രേക്ഷകരെ സപ്പോർട്ട് നേടിയെടുക്കുകയും ചെയ്യണമെന്നതായിരുന്നു ബിഗ് ബോസിന്റെ ഒരു പ്രത്യേകത. എന്നാൽ ഫിറോസിന് ആ ഒരു കാര്യത്തിൽ ചെറിയ പിഴവുകളും പാളിച്ചകളും ഒക്കെ പറ്റിയിട്ടുണ്ട്. അത് മാറ്റി നിർത്തിയാൽ ഫിറോസ് ബിഗ് ബോസിൽ വന്നതുകൊണ്ട് വലിയ നഷ്ടങ്ങളൊന്നും സംഭവിക്കാത്തൊരു മത്സരാർത്ഥി തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സിനിമയിൽ ഉൾപ്പെടെ അവസരങ്ങൾ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അദ്ദേഹം നന്നായിട്ട് പല അഭിനയിക്കേണ്ട ടാസ്കുകളിലും പെർഫോം ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട്. അപ്പോൾ ഫിറോസ് ഈ സീസണിൽ വന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. കുറേ ഹേറ്റേഴ്സൊക്കെ ഉണ്ടായെങ്കിലും ഷോയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതാകും. കാരണം ഫിറോസിന്റെ ഈ ഷോയിലെ പ്രകടനം സമ്മിശ്രമാണ്. ചിലപ്പോൾ വില്ലനായിട്ട് മാറും, ചിലപ്പോൾ നായകനായിട്ട് മാറും, ചിലപ്പോൾ ഇമോഷണലി വളരെ ഡൗൺ ആയിട്ട് പോകും. അപ്പോൾ ഒരുപോലെ തന്നെ പ്രേക്ഷകരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അദ്ദേഹത്തോടുള്ള ഒരു വികാരം അത് സ്ഥിരമായിട്ട് തുടരില്ല. അത് ദേഷ്യമാണെങ്കിലും ശരി, ആരാധനയാണെങ്കിലും ശരി, എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാം. ഒറ്റ എപ്പിസോഡ് കൊണ്ട് ഈ മാറ്റം സംഭവിക്കുകയും ആകാം. അപ്പോൾ അതുകൊണ്ട് ഫിറോസിന് വലിയ പരിക്കുകളൊന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനും ബിഗ് ബോസ് നേട്ടങ്ങൾ നൽകിയ ഒരു പ്ലാറ്റ്ഫോം തന്നെയായിരിക്കും. അടുത്തത് മണിക്കുട്ടനാണ്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ആരെന്ന് ചോദിച്ചാൽ മണിക്കുട്ടൻ തന്നെയാണ്. മണിക്കുട്ടനെ പൊതുവെ മലയാളികൾക്കൊക്കെ അറിയാം, ഒരുപാട് പേർക്ക് ഇഷ്ടവുമാണെങ്കിലും ഇത്രമാത്രം ഒരു ആരാധന മണിക്കുട്ടനോട് തോന്നിയത് ബിഗ് ബോസിൽ വന്നതിന് ശേഷം തന്നെയാണ്. പലരും മണിക്കുട്ടൻ കായംകുളം കൊച്ചുണ്ണിയായിരുന്ന സമയത്തെ ആരാധനയെക്കുറിച്ചൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും അന്നൊന്നും ഇത്രയും വലിയൊരു ട്രെൻഡ് ഉണ്ടായിരുന്നില്ല. സോഷ്യൽ മീഡിയ ഇത്രമാത്രം സജീവമായിരുന്നില്ല. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് മണിക്കുട്ടൻ. ഏതൊരു പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിയാലും മണിക്കുട്ടൻ്റെ ആരാധകർ ധാരാളം അവിടെ ഉള്ളതായി നമുക്ക് കാണാം. തൻ്റെ വ്യക്തിത്വം കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ്. അഭിനയ മികവ് കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ വന്നതിൻ്റെ പേരിൽ മണിക്കുട്ടന് നഷ്ടമല്ല, മറിച്ച്
ഒരുപാട് നേട്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് വർദ്ധിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സിനിമയിലേക്കുള്ള അവസരങ്ങൾ ധാരാളമായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് ഒരു പോപ്പുലാരിറ്റി, പ്രേക്ഷകർക്കിടയിലുള്ള ഒരു പോപ്പുലാരിറ്റി വളരെയധികം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിഫലം പോലും ഇനി സിനിമകളിൽ അഭിനയിക്കുമ്പോൾ ഉയരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മണിക്കുട്ടൻ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ മത്സരാർത്ഥികളിൽ ഒരാൾ തന്നെയാണ് ഈ സീസണിൽ. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. ഇനി അത് കഴിഞ്ഞ് നമുക്ക് സായി വിഷ്ണുവിന്റെ കാര്യം ഒന്ന് പരിശോധിക്കാം. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്, ഒരുപക്ഷെ മണിക്കുട്ടനേക്കാൾ കൂടുതൽ നേട്ടമുണ്ടാക്കിയവരിൽ ഒരാൾ സായിയാണ്. കാരണം മറ്റൊന്നുമല്ല, മണിക്കുട്ടൻ മലയാള സിനിമകളിലൂടെയൊക്കെ നമുക്ക് സുപരിചിതനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ഓൾറെഡി കുറേ ഫാൻസ് ഉണ്ട്. അത് വർദ്ധിക്കുകയാണ് ചെയ്തത്. എന്നാൽ സായി വിഷ്ണു ആരെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു. ഒരുപാട് പ്രേക്ഷകർക്ക് അങ്ങനെ തന്നെയാണ്. ബിഗ് ബോസിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മളൊക്കെ സായി എന്ന് പറയുന്ന ആളെ കാണുന്നത്. അപ്പോൾ ബിഗ് ബോസിൽ വന്നതിന് ശേഷം സായിക്ക് ഒരുപാട് ആളുകളുടെ പിന്തുണ നേടിയെടുക്കാൻ സാധിച്ചു എന്നത് സായിക്ക് വലിയ നേട്ടം തന്നെയാണ്. അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിൽ പലതും തീർച്ചയായിട്ടും ഈ ഷോയിൽ വന്നതിന് ശേഷം നടക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അഭിനയിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഒരുപാട് സിനിമകളിൽ അവസരം കിട്ടാൻ സാധ്യതയുണ്ട്. ഒരുപാട് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ സ്ഥാനം നേടാൻ സായിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ നിലപാടുകൾ കൊണ്ട്, തുറന്നു പറയാനുള്ള ധൈര്യം കൊണ്ട്, അത് തീർച്ചയായിട്ടും മാനുഷിക മൂല്യങ്ങൾ കൊണ്ട് ഒക്കെ തന്നെ സായി പ്രേക്ഷകരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. അപ്പോൾ ഒരു തരത്തിൽ നമുക്ക് അറിയാതിരുന്ന ഒരു മത്സരാർത്ഥി ഈ സീസണിൽ വന്നതുകൊണ്ട് മാത്രം ഇത്രയും പോപ്പുലർ ആയെങ്കിൽ ഏറ്റവും നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് ആ വ്യക്തിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അക്കൂട്ടത്തിലാണ് സായിയെ സമർ മീഡിയ ഉൾപ്പെടുത്തുന്നത്. ഇനി ഡിംബൽ ബാലിന്റെ കാര്യത്തിലേക്ക് വരാം. ഡിംബൽ ബിഗ് ബോസിലേക്ക് വന്ന് സായിയുടെ കാര്യം പറഞ്ഞതുപോലെയാണ്, സായിയേക്കാൾ നേട്ടമുണ്ടാക്കിയ മത്സരാർത്ഥിയാണ്. കാരണം ബിഗ് ബോസിൽ വരുമ്പോൾ നമുക്ക് അറിയില്ല ഡിംബൽ ബാൽ ആരാണെന്ന്. എന്നാൽ ഇന്ന് കേരളത്തിൽ ഡിംബലിനെ അറിയാത്തവർ വളരെ കുറച്ചാണ്. അപ്പോൾ അത്രയും വലിയൊരു പോപ്പുലാരിറ്റി ഡിംബൽ നേടിയെടുത്തിട്ടുണ്ട്. ഒരു സർവൈവർ എന്ന നിലയിലല്ല, ഒരു ഫൈറ്റർ എന്ന നിലയിലാണ് ഡിംബൽ കേരളത്തിൽ അറിയപ്പെടുന്നത്. മാത്രമല്ല ഒരു സ്ത്രീ എന്ന നിലയിൽ എത്രമാത്രം സ്ട്രോങ് ആകാൻ സാധിക്കുമെന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഡിംബൽ ബാൽ. സോ ബിഗ് ബോസിൽ വന്നതുകൊണ്ട് ഈ സീസണിൽ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയത് ആരെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഡിംബൽ ബാലാണ്. രണ്ടാമത് സായി, മൂന്നാമത് മണിക്കുട്ടൻ. അതാണ് നമുക്ക് പറയാൻ സാധിക്കുക. അപ്പോൾ ഡിംബലിന്റെ ഒരു പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ സിനിമയിലൊന്നും ഡിംബൽ താല്പര്യം പ്രകടിപ്പിക്കാത്തത് കൊണ്ട് തന്നെ സിനിമാ ഫീൽഡിലേക്ക് പോകുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. പക്ഷേ അവരുടെ കരിയറിൽ തീർച്ചയായിട്ടും അവർക്ക് അതിന്റെ ഗുണം ചെയ്യുക തന്നെ ചെയ്യും. ഇപ്പോൾ ഈ സീസണിൽ വന്നതുകൊണ്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസ് വളരെ പെട്ടെന്ന് റോക്കറ്റ് പോലെ കുതിച്ചുയർന്ന ഒരു വ്യക്തിയാണ് ഡിംബൽ എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി നമുക്ക് അനൂപിന്റെ കാര്യത്തിലേക്ക് വരാം. അനൂപ് ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് തന്നെ മലയാളി പ്രേക്ഷകർക്കിടയിൽ സുപരിചിതനായിട്ടുള്ള വ്യക്തിയാണ്. പ്രത്യേകിച്ച് TV സീരിയൽസ് കാണുന്നവർക്കിടയിൽ എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. കല്യാണി എന്ന കഥാപാത്രത്തെ ഏഷ്യാനെറ്റിന്റെ തന്നെ ഒരു സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനൂപ് ബിഗ് ബോസിലേക്ക് വരുന്നത്. അപ്പോൾ അനൂപിനെ എല്ലാവർക്കും അറിയാം. ബിഗ് ബോസിൽ വന്നതുകൊണ്ട് അനൂപിന് വലിയ നേട്ടങ്ങളും അവകാശപ്പെടാനില്ല, കോട്ടങ്ങളും അവകാശപ്പെടാനില്ല. കാര്യമായ ഹേറ്റേഴ്സ് ഒന്നും ഇല്ലാതെ അത്യാവശ്യം ഫിസിക്കൽ ടാസ്കുകളിലൊക്കെ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നാൽ അനൂപ് പോവുക. അതേസമയത്ത് കാര്യമായിട്ടൊരു ഫാൻ ബേസ് ഈ ഒരു ഷോയിൽ വന്നതിൻ്റെ പേരിൽ ഉണ്ടാക്കാൻ അനൂപിന് സാധിച്ചിട്ടുമില്ല. അനൂപ് ഇടയ്ക്കൊക്കെ ഒന്ന് സേഫ് ഗെയിം കളിച്ചത് കൊണ്ടാണ് അതിന് കഴിയാതെ പോയത്. ആദ്യം മുതലേ തന്നെ ഒരു അഗ്രസീവായിട്ട് ഗെയിം കളിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഉണ്ടായതുപോലെ ഒരു വലിയ ഫാൻ ബേസ് ഉണ്ടാക്കാൻ, ഈ ഷോയിലൂടെ ഉണ്ടാക്കാൻ അനൂപിന് സാധിക്കുമായിരുന്നു. ഇത് അനൂപിനെ നേരത്തെ തന്നെ ഇഷ്ടമുള്ളവർക്ക് ഇപ്പോഴും ഇഷ്ടമായിരിക്കും. ആർക്കും വെറുപ്പ് തോന്നിയിട്ടുണ്ടാവില്ല. കൂടുതൽ ആരാധകരെ സൃഷ്ടിക്കുന്നതിൽ അനൂപിന് കഴിയാതെ പോയി എന്നൊരു വിലയിരുത്തലാണ് സമർ മീഡിയയ്ക്കുള്ളത്. ബിഗ് ബോസിൽ വന്നതുകൊണ്ട് അനൂപിന് ഒരിക്കലും നഷ്ടമുണ്ടായിട്ടില്ല. കാരണം നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വരുന്ന നാളുകളിൽ അദ്ദേഹത്തിന് കൂടുതൽ സീരിയലുകളിലും സിനിമയിലുമൊക്കെ അവസരം ലഭിക്കുന്നതിന് തീർച്ചയായിട്ടും ഇത് കാരണമാവും. ഇനി റംസാന്റെ കാര്യത്തിലേക്ക് വരാം. സത്യം പറഞ്ഞാൽ ഈ സീസണിൽ 100% ജെന്യൂനായിട്ട് നിന്നിട്ടുള്ള മത്സരാർത്ഥികളിൽ ഒരാളാണ് റംസാൻ. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഹേറ്റേഴ്സ് അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ സീസൺ തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് റംസാൻ. പക്ഷേ സീസൺ അവസാനിക്കുമ്പോൾ റംസാന്റെ ആരാധകരുടെ പിന്തുണയിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അതേസമയത്ത് തന്നെ തൻ്റെ പിന്തുണ കൊണ്ടാണ് വളർന്നുവെന്ന് റംസാൻ കരുതുന്ന സായിക്കും ഋതുവിനുമൊക്കെ റംസാനേക്കാളും ഫാൻസ് ഇപ്പോൾ ഉണ്ട് എന്നത് തീർച്ചയായിട്ടും റംസാന്റെ ഫാൻ ബേസിൽ ഉണ്ടായ ഒരു വലിയ ഇടിവിനെയാണ് സൂചിപ്പിക്കുന്നത്. പുറത്തിറങ്ങുമ്പോൾ മാത്രമായിരിക്കും ഒരുപക്ഷെ റംസാൻ ഇത് തിരിച്ചറിയുക. പക്ഷേ വ്യക്തിപരമായി സമർ മീഡിയയ്ക്ക് റംസാൻ എന്ന മത്സരാർത്ഥിയെ വലിയ താല്പര്യമാണ്. കാരണം ജെന്യുവിനായിട്ടാണ് റംസാൻ അവിടെ നിന്നത്. ഒരു ഫേക്ക് ആയിട്ടുള്ള മുഖം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ദേഷ്യം വന്നാൽ ദേഷ്യം പ്രകടിപ്പിക്കും, സങ്കടം വന്നാൽ സങ്കടപ്പെടും, അല്ലെങ്കിൽ വഴക്കിടാൻ തോന്നിയാൽ വഴക്കിടും. ആ നിലയ്ക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ജെന്യുവിനായിട്ട് 100% ജെന്യുവിനായിട്ട് നിന്നു എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും റംസാനെ നമ്മൾ വെറുക്കാൻ പാടില്ല എന്നൊരു അഭിപ്രായമാണ് സമർ മീഡിയയ്ക്കുള്ളത്. അദ്ദേഹം ഇനി എത്രയൊക്കെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും അദ്ദേഹമായിട്ട് തന്നെ അവിടെ നിന്നു എന്നതിനെ കാണാതിരിക്കാൻ സാധിക്കില്ല. മാത്രമല്ല പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ റംസാനോടുള്ള ആ ഒരു ദേഷ്യവും പ്രേക്ഷകർക്ക് ഇല്ലാതാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും അദ്ദേഹത്തെ ഇഷ്ടമാണ്, കുറേ ആളുകൾക്ക് അദ്ദേഹത്തിനോട് വലിയ താല്പര്യവുമില്ല. അത് കമന്റുകളിലൂടെയും പോളിങ്ങുകളിലൂടെയും നമുക്കറിയാം. എന്തായാലും അങ്ങനെ വെറുക്കപ്പെടേണ്ട ഒരാളൊന്നുമല്ല. ഏറ്റവും നന്നായിട്ട് ടാസ്കുകളിൽ
സ്റ്റേജുകളിൽ പെർഫോം ചെയ്യുന്ന ഒരു മത്സരാർത്ഥിയാണ്. വളരെ നല്ല ഫ്യൂച്ചർ ഉള്ള ആളാണ്, നല്ലൊരു ഡാൻസറാണ്, ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ്, ഹാൻസം ആണ്. അപ്പോൾ തീർച്ചയായിട്ടും റംസാൻ നല്ലൊരു പ്ലെയർ തന്നെയായിരുന്നു ഈ സീസണിൽ. പക്ഷേ ജെന്യൂനായിട്ട് നിൽക്കുന്നവർ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് റംസാനും സംഭവിച്ചത്. അത് തന്നെയാണ് സജന ഫിറോസിനും സംഭവിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ റംസാൻ ഉണ്ടായ ഈ ഒരു ഹേറ്റേഴ്സ് എന്ന് പറയുന്നത് താൽക്കാലികം മാത്രമാണ്. നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് റംസാന് കിട്ടിയത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയാവുന്നവർക്ക് തീർച്ചയായിട്ടും അറിയാം റംസാൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ആളാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഹേറ്റേഴ്സ് ഒക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇല്ലാതാകും, അദ്ദേഹത്തിന്റെ ആരാധകരായിട്ട് മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഋതു മന്ത്രയുടെ കാര്യമൊന്ന് പരിശോധിക്കാം. ഋതുവിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഈ സീസണിൽ വരുമ്പോൾ ഋതുവിനെയും നമുക്ക് കാര്യമായിട്ടൊന്നും അറിയുമായിരുന്നില്ല. സൂര്യയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. എന്നാൽ ഋതുവിന് ഇപ്പോൾ ഒരുപാട് ആരാധകരുടെ പിന്തുണയുണ്ട്. ഒത്തിരി ആളുകൾക്ക് ഋതുവിനെ ഇഷ്ടമാണ്. വളരെ ഭംഗിയായിട്ട് മലയാളം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഋതു. പലപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുമെങ്കിലും ഋതു സംസാരിക്കുന്ന മലയാളം വളരെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു മലയാളമാണ്. ഭംഗിയായിട്ട് സംസാരിക്കാൻ അറിയാം. കുറേയേറെ ജെന്യൂനായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്. ആ നിലയ്ക്കൊക്കെ ഋതു ഒരുപാട് ആരാധകരുടെ പിന്തുണ നേടിയിട്ടുണ്ട്. റംസാനോടുള്ള ഋതുവിന്റെ സമീപനം മാത്രമാണ്, അല്ലെങ്കിൽ റംസാൻ എന്തു പറഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കുന്നു എന്നത് മാത്രമാണ് ഋതുവിന് നെഗറ്റീവായിട്ടുണ്ടായ ഒരേ ഒരു കാര്യം. എന്നാൽ ഋതു അതിനെയും ഓവർകം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് പ്രേക്ഷകർ എന്ന നിലയിൽ ഞാനും വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ വന്നതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയവരുടെ പട്ടികയിൽ തന്നെ നമുക്ക് ഋതുവിനെ ഉൾപ്പെടുത്താം. കാര്യമായിട്ടുള്ള നഷ്ടമൊന്നും ബിഗ് ബോസിലൂടെ ഋതുവിന് സംഭവിച്ചിട്ടില്ല. എന്നാൽ ഒരുപാട് സിനിമകളിൽ ഉൾപ്പെടെ ഇനി അവസരം ലഭിക്കാൻ ബിഗ് ബോസ് ഒരു കാരണമായേക്കാം.